എൻ്റെ പ്രിയന് വേണ്ടി. രചന റുക്സാന KS. കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരക്കിൽ ഒഴുകിത്തീർന്നു. ഇനിയുള്ളത് വാർദ്ധക്യത്തിലേക്ക് കടക്കാൻ പോകുന്ന കുറച്ചു നാളുകൾ. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേറെ ആരുമല്ല, തിരക്ക്. എന്നെ എല്ലാ ഒറ്റപ്പെടലിൽ നിന്നും അകറ്റി നിർത്തിയ എൻ്റെ സുഹൃത്ത്. ഒരിക്കലും എന്നെ വിട്ടു പോവില്ലെന്ന് കരുതിയ അവനും മറ്റുള്ളവരെ പോലെ തന്നെ ഒറ്റയ്ക്കാക്കി. തിരക്കൊഴിഞ്ഞ ഈ വേളയിൽ എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഉറക്കവും തീറ്റയും ആലോചനയും മാത്രം കൂട്ടിനായി. കട്ടിലിൽ കിടന്ന് ഉറക്കം വരാതെയുള്ള ശേഖറിന്റെ മനസ്സ് തന്റെ പഴയ കാലത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. തന്റെ സുഹൃത്തിനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് തനിക്ക് മാത്രമായി കാത്തിരുന്ന തന്റെ ഇണയെ ഞാൻ സ്നേഹിച്ചില്ല. ജോലി കഴിഞ്ഞ് ഓടി വരുമ്പോൾ തന്നെ മാത്രം കാത്തിരുന്ന ആ കരിമഷി കണ്ണുകൾ അയാളെ 30 വയസ്സുകാരനിലേക്ക് എത്തിച്ചു. ഒരിക്കലും നല്ലൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിക്കാനോ, ഭാര്യയായി പരിഗണിക്കാനോ, അവളോട് ഒത്തിരുന്ന് സംസാരിക്കാനോ, സങ്കടവും സന്തോഷവും പങ്കുവെക്കാനോ, അവളിൽ നിന്ന് കേൾക്കാനോ ഞാൻ നിന്നില്ല. ദേഷ്യം എന്നുള്ള ആവരണം മാത്രം എന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും അവൾ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ കണ്ണുകൾ എന്നോട് എന്നും സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് നടിച്ചു. പരിഭവവും പരാതിയും ഇല്ലാത്ത ഒരു പാവം പെണ്ണ്. അതായിരുന്നു അവൾ. എൻ്റെ സുലീഖ എന്ന എൻ്റെ ലേഖ. എല്ലാത്തിനും മുന്നിലും ഞാൻ ജയിച്ചപ്പോൾ അവൾക്ക് മുന്നിൽ മാത്രം ഞാൻ തോറ്റു. മരണം കൊണ്ട് അവൾ എന്നെ തോൽപ്പിച്ചു. അപ്പോഴും അവളുടെ കണ്ണിൽ എന്നോടുള്ള സ്നേഹം മാത്രം. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഞാൻ അവളെ സ്നേഹത്തോടെ വാരിപ്പുണർന്നു, നെറുകയിൽ ചുംബിച്ചു. പക്ഷെ അത് മതിയായിരുന്നു അവൾക്ക് നിർവൃതിയോടെ ഇവിടം വിടാൻ. അതെ, അവൾ യാത്രയായി, എന്നെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട്. പക്ഷെ ഞാനത് അർഹിക്കുന്നു എന്ന് അവളുടെ ഡയറി എനിക്ക് പറഞ്ഞു തന്നു. ഒരിക്കൽ പോലും എന്നിൽ നിന്ന് ലഭിക്കില്ല എന്നറിഞ്ഞ സ്നേഹം അവൾ സങ്കല്പകഥയിലൂടെ ഉണ്ടാക്കിയെടുത്തു. അതിൽ ഞാനും അവളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മാത്രമുള്ള ഞങ്ങളുടെ കൊച്ചു ലോകം. അവളുടെ മരണശേഷം കിട്ടിയ ഡയറി ആയിരുന്നു അത്. അവൾ എഴുതുന്നത് കണ്ടാലും ചീത്ത പറഞ്ഞ് അത് എടുത്തു വെപ്പിക്കുമായിരുന്നു. ആദ്യകാലത്ത് അവൾ എന്തോ ചിത്രം വരച്ചെന്ന് പറഞ്ഞ് തൻ്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ നോക്കിയില്ല. ഒരുപാട് ഖേദിക്കുന്നുണ്ട്. തിരിച്ചു കിട്ടാത്ത നല്ല നിമിഷങ്ങൾ ഈ വേളയിൽ സ്വപ്നം കാണാനെങ്കിലും ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇണയുടെ ഭാഗത്തെ ശൂന്യത എന്നിൽ വേദനയുണ്ടാക്കി. ഇപ്പോൾ തന്നെ ഒരുപാട് തവണ ഞാനത് വായിച്ചിരുന്നു. പിന്നെയും അവരുടെ വരികളിലൂടെ കടന്നു പോകാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. അവളെ തിരിച്ചു കൊണ്ടുവരാൻ തനിക്കാവില്ല. പക്ഷെ അവൾ സ്നേഹിച്ചിരുന്നതിനെ സ്നേഹിക്കാനും പരിപാലിക്കാനും എനിക്ക് കഴിയും. അവളുടെ മാത്രമെന്ന് പറയുന്ന പൂന്തോട്ടവും കിളികളും. അതിന് അവൾ നൽകിയ പേര് കിളിക്കൂട്ടിലെ ആരാമം എന്നാണ്. അവൾ എഴുതിയ വാക്കുകൾ അയാൾ ഓർത്തു. ഇതെന്റെ കിളിക്കൂട്ടിലെ ആരാമമാണ്. ഇവിടെ ഞാനും എൻ്റെ പ്രണയവും അതിലെ സമ്മാനങ്ങളായ എൻ്റെ കുഞ്ഞുങ്ങളുമുണ്ട്. പ്രണയത്താൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഗയാണ് നീയെങ്കിൽ ഇവിടമെല്ലാം സുഗന്ധം പരത്തി നിന്റെ ചാരെ നിൽക്കുന്ന ചെമ്പകമാണ് ഞാൻ. ഇവിടെയുള്ള പൂക്കളും കിളികളും പാറ്റുകളുമെല്ലാം നമ്മുടെ പ്രണയത്തിന്റെ സമ്മാനങ്ങളാണ്. നീ എനിക്ക് നൽകിയ എൻ്റെ പൊന്നോമനകൾ. അവളുടെ ആരാമത്തിലേക്ക് ഞാൻ നടന്നു തുടങ്ങി. മഴ പെയ്ത് തോർന്നൊരു വൈകുന്നേരമായിരുന്നു. ഇളയ മകനായതുകൊണ്ട് തറവാട് വീടാണ് എനിക്ക് അവകാശം കിട്ടിയത്. എല്ലാ പഴമയോടും എന്നാലും അതിൻ്റെ പ്രൗഢി വിടാതെ ആ മാളിക തലയുയർത്തി നിന്നിരുന്നു. അതിൻ്റെ തെക്കേ വശത്തായിരുന്നു ആ പൂന്തോട്ടം. അവൾ ഉറങ്ങുന്നതും അവിടെ തന്നെയാണ്. കാരണം അവൾ ഇങ്ങനെ എഴുതി: ഒരിക്കൽ നിങ്ങൾ എൻ്റെ പ്രണയം തിരിച്ചറിയും. അന്ന് ഞാൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന കഥകൾ പറയണം. ഒരുപക്ഷെ ഞാനില്ല എങ്കിൽ എൻ്റെ ചിതിയൊരുക്കുന്ന തെക്കേ തൊടിയിൽ നിങ്ങൾ വരണം. കാറ്റായും തഴുകലായും സുഗന്ധമായും ഞാനും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കാം. മരത്തിൽ നിന്നിട്ടിട്ട് വീഴുന്ന തുള്ളികൾ മനസ്സിനെ കുളിരു പകർന്നപ്പോൾ തെക്കേ തൊടിയിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്ന കാറ്റും ചെമ്പകത്തിന്റെ മണവും എൻ്റെ മനസ്സിലെ ലഹരിയായി കുളിരായി മാറി. ഈ നേരം ഞാനും യൗവനത്തിലെത്തി നിൽക്കുന്നു. മെല്ലെ ഞാൻ ആ തോട്ടത്തിലേക്ക് കയറിയപ്പോൾ കണ്ടു,
ഇലകൾ വീണ് മൂടിക്കിടക്കുന്ന അവളുടെ വിശ്രമയറ. ഓടിച്ചെന്ന് കൈകൾ കൊണ്ട് തതെടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആകെ ഉലച്ചൊരു കാറ്റങ്ങ് വീശി. ഒന്ന് വേയിച്ചു പോയെങ്കിലും അവളുടെ എതിർപ്പിനെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ലേഖേ, അങ്ങനെ വിളിക്കണമെന്ന് നീ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ കാലം എന്നെ തളച്ചിട്ടിരുന്നു മോളെ. വീട്ടിലെ പ്രതാപം വാക്കുകളിൽ മാത്രമായിരുന്നല്ലോ. എല്ലാത്തിനെയും നേടാൻ ഞാൻ കുതിച്ചു പാഞ്ഞ് ഒരു കുതിരയെപ്പോലെ. അതിൽ ചതഞ്ഞറിഞ്ഞത് നിന്റെ ജീവിതവും സ്നേഹവുമായല്ലോ മോളെ. അയാൾ ഓരോന്ന് എണ്ണിപ്പറഞ്ഞു കരഞ്ഞു. ഒരു കുഞ്ഞിനെ പോലെ അയാൾ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. നിലവിളി വിതുമ്പലിന് വഴിമാറിയപ്പോൾ ഒരു ഇളം കാറ്റ് അയാളെ തഴുകി കടന്നുപോയി. അത് ലേഖയുടെ വിരൽ തന്നെ തഴുകിയതാണെന്ന് അയാൾ വിശ്വസിച്ചു. ലേഖ, ഞാൻ നിന്റെ അസ്ഥിത്തറ വൃത്തിയാക്കിയത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ നീ എന്നെ തടഞ്ഞത്? അല്ലെങ്കിൽ നീ എൻ്റെ മേലൊരു ചെമ്പകപ്പൂവ് കൊഴിക്കുമോ? ആകെ നിശബ്ദത വന്ന് താളം കിട്ടിയപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് നടക്കാനായി തിരിഞ്ഞു. പെട്ടെന്നൊരു പൂവ് എന്നിൽ വന്ന് പതിച്ചു. സന്തോഷത്തോടെ അവളെ നോക്കിയപ്പോൾ അവൾ പിന്നെയും ഒരുപാട് പുഷ്പങ്ങൾ എനിക്ക് മേൽ വിതറി. കണ്ണുകൾ ഈറനണിഞ്ഞ നിമിഷങ്ങൾ. അവർ അവരുടേതായ ലോകത്തിൽ സംസാരിച്ചു. കാറ്റായും മഴത്തുള്ളികളായും അവൾ അയാളെ സന്തോഷിപ്പിച്ചു. വർഷങ്ങളായി ഉണ്ടായ എല്ലാ പരിഭവങ്ങളും സന്തോഷത്തിന് വഴിമാറിയ നിമിഷത്തിൽ അവർ അവരുടെ നല്ല നിമിഷങ്ങളും തിരികെ കൊണ്ടുവന്നു. നീ നട്ടതിൽ പലതും ചുവന്ന പുഷ്പങ്ങളും വളർത്തുന്നത് ചുവന്ന നിറമുള്ള കിളികളുമാണല്ലോ. അത്രയ്ക്ക് പ്രിയമാണോ ഈ നിറം? അയാൾ അവളോട് ചോദിച്ചു. ഒരു മന്ദമാരുതൻ ഡയറിയുടെ താളുകൾ മറിച്ചു കൊണ്ടുപോയി. പെട്ടെന്ന് അതൊരു പേജിൽ ചെന്ന് നിന്നു. അതിൽ അസ്തമയ സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരു ചുവന്ന പട്ടുടുത്ത സുന്ദരി. ഒരു ചുവന്ന ജുബയും അതേ ചുവന്ന കരയുള്ള മുണ്ടും എടുത്തു നിൽക്കുന്ന പുരുഷന്റെ കയ്യിൽ കൈകൾ കോർത്ത് അവന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ്. അതിന് താഴെ ഇങ്ങനെ എഴുതിയിരുന്നു: നീ എനിക്ക് ആദ്യമായി തന്ന സമ്മാനമാണ് ഈ ചെമ്പട്ട്. അതൊടുത്ത് നിന്നെയും കൊണ്ട് ആദിത്യദേവന്റെ അസ്തമയം കണ്ടു നിൽക്കുമ്പോൾ നിനക്കെനിക്ക് സമ്മാനിക്കണം ഒരിക്കലും സുഗന്ധം വറ്റാത്ത കുറേ ചെമ്പകത്തിളകൾ. അപ്പോൾ നീയാകുന്ന വാകയിലെ പൂക്കൾ എന്നിൽ കൊഴിഞ്ഞു വീഴുമ്പോൾ നീ എന്നെ ചേർത്ത് നിർത്തി പറയണം, ഈ അസ്തമയ സൂര്യനേക്കാൾ ചുവപ്പാണ് നീ ഇപ്പോൾ. ഈ ചുവപ്പിനെ ഞാൻ എൻ്റേത് മാത്രമാക്കി മാറ്റിക്കൊട്ടെ എന്ന്. അന്ന് ഞാൻ അലിഞ്ഞില്ലാതാവും നിന്നിലും നിന്റെ പ്രണയത്തിലും. അത്രയ്ക്ക് നീ എന്നെ പ്രണയിച്ചിരുന്നോ പെണ്ണെ? അറിഞ്ഞില്ലല്ലോ ഈശ്വര. അയാൾ കരഞ്ഞു. കൂടെ അവളുടെ കണ്ണുനീരും അയാളുടെ മേൽ പതിച്ചു മഴയായി. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കി പോകില്ല. ഇതെന്റെ വാക്കാണ്. പ്രാരാബ്ദങ്ങൾക്കിടയിൽ ദാമ്പത്യം നഷ്ടപ്പെട്ട എനിക്ക് വാർദ്ധക്യത്തിൽ എങ്കിലും അങ്ങനെ നിന്നെ പ്രണയിക്കണം. എനിക്ക് യാതൊരു വേലിക്കെട്ടുകളും ഇല്ലാതെ നിന്നിലേക്ക് മാത്രം അലിഞ്ഞു ചേരണം. നിന്റെ മാത്രം പ്രിയനായി, നീ എൻ്റെ മാത്രം കാമിനിയായി. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അതായത് പണത്തിന് വേണ്ടി അച്ഛനെയും അമ്മയെയും തള്ളിക്കളഞ്ഞ ജന്മങ്ങളല്ല. ഈ നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, അവരും ഉണ്ടാവും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാൻ. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാറ്റിൽ പൂക്കൾ ആടി ഉലഞ്ഞു. അയാൾ നാവ് കടിച്ചുകൊണ്ട് അതൊന്നുകൂടെ ആവർത്തിച്ചു. ഞാനല്ല, ഞങ്ങൾ. കാരണം ഞങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ അയാൾ ചെമ്പകച്ചൂട്ടിൽ അവളുടെ കൂടെ പോയിരുന്നു. ചെമ്പകം പൊഴിച്ചും വാഗ കൊഴിഞ്ഞും കിളികൾ കലവില കൂട്ടിയും മഴ ചാറിയും കാറ്റ് തെന്നിത്തലോടിയും പ്രകൃതിയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. കാരണം അവരും അവളെ സ്നേഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു അവളുടെ പ്രണയ സാക്ഷാത്കാരത്തിനായി. അതിന് രണ്ട് ശരീരമല്ല, ആത്മാവാണ് ഒന്നു ചേരേണ്ടതെന്ന് അവർ ഒന്നുകൂടി പറയാതെ പറഞ്ഞു. പ്രകൃതി അവരോട് സ്നേഹം അറിയിച്ചുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. കാരണം ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു.